ചേച്ചിയുടെ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറിജിനൽ നെയിം എപ്പോഴെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ട്? ചേച്ചിയുടെ ക്യാരക്ടർ നെയിം മാത്രം മനസ്സിൽ വന്ന് പെട്ടെന്ന് പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് തീർന്ന സൂര്യ ടി വിയിൽ കളിവീട് എന്ന് പറഞ്ഞ സീരിയൽ മാധുരിയമ്മ. ഒരുപാട് ആൾക്കാർ മാധുരി എന്ന് വിളിച്ചു വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. അപ്പം നമ്മൾ ചില സമയത്ത് ആൾക്കാരും നമ്മളെ ഉമയെന്നല്ല ആ സമയത്ത് ഇപ്പം ആ ഒരു സീരിയൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാത്ത ആൾക്കാർ നമ്മളെ ആ കഥാപാത്രത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉമയെന്ന് വിളിക്കുന്നതിനേക്കാൾ മുമ്പേ ആ മാധുരി എന്നുള്ള ക്യാരക്ടർ കേട്ടാൽ ചിലപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കും. സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. അത് നമ്മൾ ഇഷ്ടത്തോടെയാണ്, നമ്മുടെ ഉള്ളിലത് പതിയും ചില കഥാപാത്രങ്ങൾ. ഇല്ല ഇനി അടുത്തത്, ഈ വീഴാനൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ സീരിയലില്, അറിഞ്ഞു വെച്ചിട്ട് ചോദിക്കുകയാണോ? ഏറ്റവും കൂടുതൽ വീഴുന്നാണോ? ഒറിജിനലായിട്ട് വീണിട്ടുണ്ടോ? വീണാണ് എന്നെ കഴിഞ്ഞ 1 വർഷം മുമ്പ് നട്ടലിന് സുഖമില്ലാണ്ട്, ഓർമ്മയില്ലേ? ഷൂട്ടിനിടയിൽ സ്കിപ്പായതാണ്. ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഒരുപാട് പറഞ്ഞ ഡയലോഗ്സും ഒക്കെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ഉറങ്ങി പോയിട്ടുണ്ടോ? ക്ഷീണിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ആ ക്ഷീണിച്ച് റൂമിൽ വന്നിരുന്ന് ഉറങ്ങാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഗംഭീര സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തകർത്ത് ബഹളം വെച്ചിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ റൂമിൽ വന്നിരുന്ന ഈ ഡയലോഗൊക്കെ പറഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് അതെപ്പോഴെന്നറിയാമോ? ഈ പാതിരാത്രിയിലൊക്കെ ഷൂട്ട് വയ്ക്കും. നമ്മൾ രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ ഷൂട്ട് ചെയ്യും. ചിലപ്പം ഗംഭീര സീനായിരിക്കും, വൈകാരികമായി ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഭയങ്കര ഡെപ്തിലുള്ള സീൻസൊക്കെ ആയിരിക്കും. ആ സമയത്തൊക്കെ ചിലപ്പോൾ നമ്മൾ ഇനി എത്ര ആവേശം കാണിച്ചാലും കുറച്ചൊക്കെ കഴിയുമ്പോൾ ക്ഷീണിച്ച് ഉറങ്ങി പോലെ ഒരു ക്ഷീണം ഉണ്ടാവും. ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസും അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസും ഒക്കെ ചെയ്യുമല്ലോ സീരിയലില്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒക്കെ വരില്ലേ, ഒരു സ്റ്റെയറിംഗ് ഒക്കെ വരില്ലേ, പഞ്ചിങ് ആയിട്ട് ഒന്ന് സ്റ്റെയർ ചെയ്യണം. അതെങ്ങനെയാണ് ഒന്ന് കാണിച്ചു തരാം, എനിക്ക് കൂടെ ഒരു ടിപ്പ്. അല്ല, അതാണല്ലോ പൊതുവെ എപ്പോഴും സീരിയലിനെ കുറിച്ച് സാധാരണക്കാരെ പറഞ്ഞത്, കണ്ണുരുട്ടി പേടിപ്പിക്കുന്നതാണല്ലോ നിങ്ങളുടെ സീരിയൽ. അത് ചേച്ചി ഇപ്പൊ ഒന്ന് കാണിക്കാവോ എനിക്ക് വേണ്ടിട്ട്? അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി എനിക്ക് നമ്മളിപ്പോൾ കുറച്ച് മൈൽഡായിട്ട് ചെയ്തു എന്ന് വെക്കുക. മൈൽഡായിട്ട് ചെയ്താലും പറയും കുറച്ച് ഹെവി ആയിട്ട് ചെയ്യാൻ പറയും. അതെന്താ വെച്ചാല് മൈൽഡ് ഒന്ന് കാണിക്കോ, ഒന്ന് ഹെവിയോ ഒന്ന് കാണിച്ചോളൂ. നീ എന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവന്നിരുത്തിയേക്കാണല്ലേ? എല്ലാം പഠിച്ചിട്ടോടാ, എനിക്ക് അടുത്തറിയില്ല ഇതെല്ലാം ബയറ്റ. ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇമോഷണലി ഭയങ്കര ഇപ്പം എൻ്റെ മോളാണ്, പാനുഷ്യൻ്റെ മോളാണ്. അപ്പം മോള് വന്നിട്ട് എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ ഇങ്ങനെ ഞെട്ടും. ചില ആൾക്കാർ പറയട്ടെ, നമ്മുടെ അമ്മാവന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാണ്, പെട്ടെന്ന് പറയാം ചേച്ചി, നമ്മുടെ അമ്മാവനില്ലേ പുള്ളിക്ക് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലാ. അയ്യോ, ഇപ്പോ എവിടെ വെച്ചാ? ബാബാ നമുക്ക് പോവാ. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ചില ആൾക്കാർ ഇത് നോർമലല്ല, ഇങ്ങനെയല്ല, ഹെവി ആയിട്ട് കൊടുക്കാൻ പറയുന്ന ഓരോ വ്യക്തികളുടെ ടേസ്റ്റ്. ഹെവി ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഈ കണ്ണുരുട്ടലും ഈ ബഹളവും ഒക്കെ വരിക. പക്ഷെ എനിക്ക് അങ്ങനെ അത്ര കണ്ണുരുട്ടി ചെയ്യാൻ എനിക്ക് എൻ്റെ മനസ്സനുവദിക്കാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കള്ളത്തരം കാണിക്കും. കള്ളത്തരമാണ് നമുക്ക് വേണ്ടത്. എപ്പോഴും കള്ളത്തരം കാണിക്കും. അവർ പറയുന്നതിൻ്റെ അത്ര എനിക്ക് ചിലപ്പോൾ എത്താൻ പറ്റാത്തതാണോ, ചിലപ്പോൾ ഇത് ഇത്തിരി ഓവറല്ലേ എന്നൊക്കെ തോന്നിയിട്ടാണോ എന്നറിയാം. പക്ഷെ ചില ക്യാരക്ടേഴ്സിൽ ഇപ്പം ഗീതാഗോവിന്ദത്തിൽ ഫസ്റ്റ് ഉണ്ടായിരുന്ന ട്രാക്കിൽ വില്ലത്തി ആയതുകൊണ്ട് നമ്മൾ എത്ര ചെയ്താലും അതിൻ്റെ ഇരട്ടി വേണം. അത് അങ്ങനെയൊരു നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും പ്രേക്ഷകന് അത് ചില സമയത്ത് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ അതങ്ങനെ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ ആ ലെവലിൽ കൊടുക്കേണ്ടി വരും. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ കണ്ണ് വിടർത്തി ഉയർത്തി നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചേ.